എന്തിനാണ് ഈ ഗെയിമിനെ ഇത്ര അധികം നിങ്ങളൊക്കെ പേടിക്കണത്? ഇതിന്റെ ഈ പല്ല് തേക്കാത്ത 32 പല്ലുണ്ടായതുകൊണ്ടോ, അതോ ഈ ട്രെയിനിന് 8 കാലുണ്ടായതുകൊണ്ടോ? അപ്പൊ നമ്മളിത് ചെക്കൗട്ട് ചെയ്യാൻ പോണ ഗെയിം ലെറ്റ്സ് ഗോ. ഓ ഫൈനലി ഗൈസ്, നമ്മള് ചാൾസിന്റെ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. അതായത് പല്ല് തേക്കാത്ത പൊട്ടന്റെ. ഹലോ സാറേ, എന്താണ്? നിന്നെ ഞാനാ വിളിച്ചത്. കണ്ടപ്പോ തന്നെ മനസ്സിലായി നിങ്ങളെ മണ്ടക്ക് 2 കുത്തുത്തണം. എടപ്പോ നിനക്കും വേണ്ടി ഞാനൊരു ട്രെയിന് ഈ മലന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, എന്റെ കൂടെ പോര്. ഇയാള് ഓട്ട മത്സരത്തിനൊക്കെ ഫസ്റ്റ് നിന്നാ തോന്നുന്നത്. ഇത് കൊണ്ടോ എന്താ ഓട്ടം ഓടുന്നത്? ഇതിലിപ്പോ ഞമ്മക്കാണോ പൈസ, ഇയാൾക്കാണോ പൈസ? ഓടുക ഇയാളെ ഇവിടുത്തെ കല്ലെടുത്തണ്ട് എറിഞ്ഞാലോ? മാണ്ട. സോ ഗൈസ്, ഇവിടെ ഇയാള് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാനുള്ള ട്രെയിൻ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, തുറക്കൂ സീസൻ. തുറക്കൂലേ? വലിയ പറ്റിച്ചങ്ങളെ വല്യപ്പ കളിക്കല്ലേ. ഓ നോ റപ്പോ, ഇത് ലോക്കാണ്. എടാ വല്യപ്പ, അതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. റപ്പോ, മേലത്തെ ഷെഡില്ല താക്കോലുണ്ട്. കള്ളപ്പെടുവാ. അയാള് മലന്റെ മോൾക്ക് നമ്മളെ പറഞ്ഞയച്ചിട്ട് അയാള് പറയാണേ താക്കോല് അയാളടുത്ത് ഇല്ലാന്ന്. ഓക്കെ, വാതിൽ തുറന്നോ. ഇതിന്റെ ഉള്ളിലാണ് താക്കോൽ ഉണ്ടെന്ന് പറഞ്ഞത്. ഓ, താക്കോൽ മേശമ തന്നെ വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനി ഈ താക്കോല് കൊണ്ടുപോയിട്ട് അത് തുറന്നു കഴിഞ്ഞാല് അവിടെ നമുക്കൊരു ട്രെയിൻ കിട്ടും. ആ ട്രെയിൻ വെച്ചിട്ടാണ് നമുക്ക് ഇത്രേ കാലം നിങ്ങളൊക്കെ പേടിച്ചിട്ട് ഈ ചാൾസിനെ കൊല്ലേണ്ടത്. ഹലോ ചിരിക്കല പല്ല് ഞാൻ പറിക്കുമ്പോണ്ടതിന്. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ വാതിൽ തുറന്നിട്ടുണ്ട്. മാരക്ക് വലിപ്പ ഇതെന്തൊരു കഷ്ടത്. ഓക്കെ യോ ബ്രോ, ഇതാണ് നമ്മളെ ട്രെയിന് ചാൾസ്. ഇതെന്താ ആവി പോണത്? ഇത് നാശായതുകൊണ്ടാണ് ആവി പോണത്? അല്ല നല്ല വണ്ടിയാണോ തോന്നുന്നത്. എന്റെ മോനെ, എടാ വെല്ലിപ്പ ഇടറാ. ഇത് ഇയാൾ അവിടെ വെക്കണത്. ഹലോ വെല്ലിപ്പ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇയാളെല്ലാത്തിനും ചിരിക്കാണല്ലോ. പിന്നെ അത് മാത്രല്ല, വെല്ലിപ്പാനോട് സംസാരിച്ചപ്പോഴാണ് ഇവിടെ മൊത്തം രക്തൊക്കെ. പിന്നെ അതേപോലെ ഇതിന്റെ മുന്നത്തെ ഉടമനല്ലേ ചാൾസ്. അതായത് ചാൾസ് പറഞ്ഞ ആള് കൊന്നു നോക്കിയാണ് പറയാനായിട്ടത്. എടാ ഗണ്ണടയാ, ഗണ്ണ് നിക്ക്. ആ വെല്ലിപ്പാനെ കൊല്ലാൻ പറ്റുമോ? അല്ല വെല്ലിപ്പ ഇവിടെ വാ. കൊള്ളണ സാധനം. ഇതിനിപ്പോ എങ്ങനെ ഇറങ്ങാനും പറ്റൂലേ? മറന്നുപോയല്ലോ പഠിച്ചോനെ. ഇറങ്ങി ഏതാ സ്വിച്ച് എന്നല്ലോ മറന്നുപോയല്ലോ. ഓക്കെ ഇറങ്ങിയിട്ടുണ്ട്. വെല്ലിപ്പ, നിങ്ങളാരപ്പം ഇങ്ങോട്ട് ക്ഷണിച്ചേ? ഓക്കെ, ഇയാളെ കൂടി ഇയാള് ശരിക്കും നമ്മുടെ ട്യൂട്ടോറിയലാണ്. കണ്ടില്ലേ? തൊള്ള പൂട്ടണേല്ല, വന്നപ്പോ തുടങ്ങിയ തൊള്ളനെ. എങ്ങനെയുണ്ട് മോനെ ഗണ്ണൊക്കെ? നല്ല ഗണ്ണ്. ഇനി ഒന്നും നോക്കണ്ട, പുടിച്ചിരുന്നോളി. നിങ്ങൾ ഈ വയസ്സാം കാലത്ത് അവിടെ ഇവിടേക്ക് ഇരിക്കേ, അല്ലെങ്കിൽ കജും കാലും കൂടി. അത് പൊട്ടിച്ചെടുത്തോ. എനിക്ക് ചാൾസിൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് തന്നെ ചാൾസിനെയാണ്. അയ്യോ മറന്നുപോയി. അയ്യോ തൂക്കെടുക്ക്. ഓളിയോ ചാൾസ് വന്നു. എന്റെ മോനെ, എടാ ഇയാളെ മണ്ടക്കിട്ട് കൊടുക്കണോക്കാ. ഇതെന്താ ഗണ്ണ് ചൂടായി. ഓ എടാ, എന്തൊക്കെയാണ് നടക്കണത്? വെല്ലിപ്പാന്റെ തൊള്ള തുറന്ന്. എനിക്ക് മാത്രല്ലേ പറ്റാത്തത്, ചാൾസിനും പറ്റില്ല തോന്നണേ. എടാ എനിക്ക് ഒന്നടാ. എടാ ചാൾസ് വന്നു, കൊന്നു പോയി. എത്ര പെട്ടെന്ന്. ഇത് നോക്ക്. എടാ മോനെ നോക്ക്. വല്ല ആവശ്യം ഉണ്ടെന്ന് തന്റെ തൊള്ള പൂട്ടിയോടെ കുത്തുന്ന പോലെയോ. നിങ്ങൾ ഒച്ച കേട്ടിട്ടാണ് അയാൾ വന്നതന്നെ. എടാ പോയത് ഇയാളെന്താ കടന്നു കണ്ട് ഊഞ്ഞാലിടണ പോലെ. എന്തത്? വലിപ്പ നിങ്ങളൊന്നും നോക്കല്ലേ, ചെറിയ മുറിയല്ലേ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. പടച്ചോന്, ഇത് ചെറിയ മുറി ഒന്നല്ല ഇട്ടത്. ഇതൊരു ഗുഹയൊക്കെ വെച്ചിക്കണേ പള്ളന്റെ ഉള്ളിൽ കൂടെ. ആ ട്രെയിന് യോ ബ്രോ, ഇത്ര ഡേഞ്ചർ ഇത്. പിന്നെ അത് മാത്രല്ല ഗൈസ്, നമുക്ക് ഗണ്ണ് അധികം നേരം യൂസ് ചെയ്യാൻ പറ്റൂല. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ചൂടാക്കുന്നുണ്ട്. കണ്ടോ, നേരത്തെ ഓറഞ്ച് കളറായി. നമുക്ക് അതൊക്കെ ചെക്ക് ചെയ്യണം എന്നാ തോന്നുന്നത്. അതേപോലെ ഇവിടെ എന്തൊക്കെ ഉണ്ട്. ഇത് ബ്രേക്ക്, അതേപോലെ ഇത് റിവേഴ്സ്. ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മളെ ഫസ്റ്റ് ചാൾസ് മിഷൻ തുടങ്ങാൻ പോകണേ. നമ്മൾ ആദ്യം പോകേണ്ടത് ഇങ്ങോട്ടാണെന്ന് തോന്നണേ. ഈ ഒരു NPCന്റെ അടുത്തേക്ക് എല്ലാ മിഷൻസും നമ്മളൊന്ന് കംപ്ലീറ്റ് ആക്കണം. ഇന്നല്ല എന്തെങ്കിലും ഒക്കെ ഒരു ദിവസം. അപ്പൊ എന്തായാലും മുന്നേക്ക് പോയിക്കോ. ലെറ്റ്സ് ഗോ. പിന്നെ നമുക്ക് നമ്മുടെ ട്രെയിൻ ഇവിടെ അപ്ഗ്രേഡ് ആക്കാനൊക്കെ പറ്റിക്കൊണ്ടോ. എന്റെ മോനെ, ഡാമേജ് ഒക്കെ ഫുൾ അപ്ഗ്രേഡ് ആക്കി കഴിഞ്ഞാൽ എന്റെ ട്രെയിനിനെ പിടിച്ചാൽ പോലും കിട്ടൂലോ. യോ ബ്രോ, അത് കാണാൻ നല്ല രസമുണ്ട് ഗ്രാഫിക്സ് ഒക്കെ. ഓ നിർത്ത്. വണ്ടി നിക്കൂലത്. എടാ വണ്ടി പറയണ പോലെ അല്ലട്ടോ, ട്രെയിന് നല്ല ഇടങ്ങേറുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ എങ്ങനെ റിവേഴ്സ് പോ. ഇവിടെ ഒരു സ്ഥലം ഞാൻ കണ്ടു. ഇതുണ്ടോ? ഈ സ്ഥലത്ത് നിക്കണം. നിക്ക്. എടാ ഇത് നിർത്താൻ ഭയങ്കര പണിയാണല്ലോ. എന്ത് കഷ്ടം. അടങ്ങി നിക്കട്ടെ ട്രെയിനെ. അല്ല പിന്നെ സ്കൂൾ ബസ് കൂട്ടണ മതിയാ പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ അതേപോലെ തന്നെ ചാൾസ് കളിക്കുമ്പോ എപ്പോഴും നമ്മൾ ഓരോ സ്ഥലത്തും സ്ക്രാപ്സ് പറഞ്ഞൊരു സംഭവം തെരഞ്ഞു നോക്കണം. കണ്ടില്ലേ? ഇവിടെ ഇതാണ് ഈ ഓംലേറ്റ് പോലത്തെ സാധനമാണ് സ്ക്രാപ്പ്. ആ സംഭവം നമ്മൾ ഫുള്ള് തെരഞ്ഞു നോക്കണം.
എന്നാലുള്ളൂ നമുക്ക് ഞാൻ കാണിച്ചു തരാം, എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതല്ലേ ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് സ്പീഡും സംഭവങ്ങളൊക്കെ കൂട്ടാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരു സ്ക്രാപ്പ് കിട്ടിയുള്ളൂ, അത് വെച്ച് നമ്മൾ ട്രെയിനിന്റെ ഹെൽത്ത് ഇൻക്രീസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകാം, വെറുതെ ഇറങ്ങി തേങ്ങ. ഓക്കെ ഫൈനലി ഗയ്സ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് മിഷൻ ചൂച്ചു ചോൾസ്. കണ്ടില്ലേ ഈ തൊപ്പിപ്പൊട്ടിലാണ് ഫസ്റ്റ് മിഷൻ. ഹലോ സാറേ എന്തത്? എടാ മോനെ നീയല്ലേ ചൂച്ചു ചോൾസിനെ കൊല്ലാൻ വന്നത്? സാറേ അതന്നെയാണ്. എങ്ങനെയുണ്ട് എന്റെ മൂന്ന? ഒട്ടും കൊള്ളൂല. നിനക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ ട്രെയിൻ അപ്ഡേറ്റ് ആക്കാൻ കുറച്ച് സ്ക്രാപ്സ് പറഞ്ഞില്ല, എന്റെ ബാണിലുണ്ട്. ഓക്കേ അപ്പൊ ഇയാള് പറയണത് ഇയാളെ ബാണില് ഇതുണ്ടോ? മാപ്പില് ഇയാളെ ബാൺ എവിടെ? ഓ ബ്രദർ ഇതാണ് ബാണ്. ആ ബാണില് സ്ക്രാപ്പാൾ ഉണ്ട് എന്നാണ് പറയണത്. അത് വെച്ച് നമുക്ക് നമ്മുടെ ട്രെയിനൊക്കെ അപ്ഗ്രേഡ് ആക്കാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മൾ ഒറ്റയ്ക്ക് കൂടെ പോണം. നമ്മളത് ഗണ്ണില്ല, ഒരു തേങ്ങല്ല, ഒരു മാങ്ങാണ്ടി പോലും ഇല്ല. ഞാൻ പല്ലേക്കാത്ത കുരിപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ അറിയില്ല. എന്തായാലും അത് തുറക്കൂ സിസേൻ. യോ ബ്രദർ പള്ളം നിറച്ച് സ്ക്രാപ്സ്. എല്ലെടുക്ക് ഒന്നും വിടണ്ട. കണ്ടോ ഇപ്പൊ നമുക്ക് എത്ര സ്ക്രാപ്പ് ആയി? 4 സ്ക്രാപ്പ്. ഓക്കെ എല്ലാ സ്ക്രാപ്പ് എടുക്കട്ടെ. മെയിൻ ആയിട്ട് ഇതിൽ വേണ്ടത് നമ്മൾ കോഴി കളക്ട് ചെയ്യുന്ന പോലെ തന്നെ സ്ക്രാപ്പാളാ. കണ്ടില്ലേ എല്ലായിടത്തും സ്ക്രാപ്പ്. ഇപ്പൊ ഏകദേശം സെറ്റ് ആയില്ലേ? ഓക്കെ 9 സ്ക്രാപ്പ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇയാൾക്ക് ലെറ്റർ ഒക്കെ ഉണ്ട്. ആരൊക്കെ എഴുതിയതാണ്, എന്തൊക്കെ എഴുതിയിരിക്കണേ എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറയാലോ. ഇവർക്കൊക്കെ എന്താ സംഭവം പറഞ്ഞാലേ ഈ ചൂച്ചു ചാൾസിനെ എങ്ങനെങ്കിലും ഒന്ന് കൊല്ലണം. അതിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, മനസ്സിലായില്ലേ? അയ്യോ എന്തൊക്കെ കൊച്ചേക്കണ്ടാ. വേഗം പോയിക്കോ, ട്രെയിനിക്ക് വേഗം പോയിക്കോ. ഓക്കേ ലെറ്റ്സ് ഗോ. അയ്യോ ഇയാളോട് ഇനി സംസാരിക്കണോ? ഒന്ന് പോയി നോക്കിയാലോ. ഹലോ ഏട്ടാ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനെന്ത് ചെയ്യണോ? തള്ളത്തണ്ട. ഇനി നമുക്ക് പോകേണ്ട മിഷൻ എന്താന്ന് വെച്ചാല് ഇതൊക്കെ ചെറിയ ചെറിയ മിഷൻസ് കണ്ടില്ലേ? ഇത് നമ്മൾ കഴിച്ചു. ഇനി നമുക്ക് ഓപ്ഷണൽ മിഷൻസ് ഉണ്ട്. ആദ്യം നമുക്ക് നിർബന്ധിത മിഷൻസ് ആദ്യം കഴിക്കാം അല്ലെ? അപ്പൊ എന്തായാലും റിവേഴ്സ് എടുത്തോ. പോട്ടെ പൂർണ്ണ വെക്കഴിഞ്ഞ് ട്രെയിനിനെ കണ്ട എന്തായാലും മണ്ട കൂത്താടോ. ലെറ്റ്സ് ഗോ. ഓ നമുക്ക് സ്ക്രാപ്പുകൾ വന്നിട്ടില്ലേ? സ്ക്രാപ്പില് നമുക്ക് സ്പീഡ് ലെവല് അതേപോലെ ഡാമേജ് ആർമറും ഇൻക്രീസ് ആക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ട ട്രെയിനിങ് കാട്ടിലും ഒന്നുകൂടി പവർ വെച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ ട്രെയിനിന് ഇനി പിടിച്ചാൽ കിട്ടൂല. അതന്നെ. അയ്യോ ബ്രേക്ക് അയ്യോ ഇതാണ് ഈ ട്രെയിനിന്റെ പ്രശ്നം. പിടിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. വീണ്ടും ബാക്ക് വല്ലാത്തൊരു കയറി. ചൂച്ചു ചാൾസ് വരുമ്പോ ചൂച്ചു ചാൾസ് നമ്മളൊന്നും ചെയ്യില്ലടാ. കാരണം നമ്മൾ തന്നെ നമ്മളെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാണ്ട് എണ്ണ അയച്ചിട്ടുണ്ട്. ഓക്കെ ഇനി ഇവിടെ വന്നിട്ട് നമുക്കിത് തിരിക്കാൻ പറ്റും. കണ്ടോ ഇപ്പൊ നമുക്ക് ലെഫ്റ്റിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇത് നെക്കി കഴിഞ്ഞാ ഇനി നമുക്ക് റൈറ്റിക്കും പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി ഞാൻ പിടിച്ചാൽ കിട്ടൂല. ഞാൻ യുസൈൻ ബോൾട്ടാണ്. പോട്ടെ നേരെ പോലട്ടോ, പറ്റിക്കല്ലേ. ഞാൻ അത്രയും ഡയലോഗ് അടിച്ചതാ. ഓക്കെ ഗൈസ് നിങ്ങൾ ഇത്രയും നേരം ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോളി. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ആണെങ്കിൽ ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഒന്ന് നിർത്തിക്കാം മുത്തേ. ഇവിടെ എന്തോ കാണിച്ചിട്ടുണ്ടാ. ഓക്കെ ഇവിടെ എന്തോ ഒരു മാർക്ക് കാണിച്ചിട്ടുണ്ട്. 31 മീറ്റർ ആകല്ലേ. അതെന്താ സംഭവം? ഇനി വല്ല ചൂച്ചു ചാൽസും വല്ല തേങ്ങയാണോ? പറ്റിച്ച അതെന്ത് കളി? പറ്റിച്ച് നമ്മളെ ആളെ വിളിച്ചിട്ട് പറ്റിക്കാൻ നിൽക്കുക. അല്ല പിന്നെ ലെറ്റ്സ് ഗോ. ഓക്കെ നെക്സ്റ്റ് മിഷൻ എത്താനായിട്ടുണ്ട്. എന്റെ മോനെ ഗൈസ് ഇതാണ് റിക്വയർഡ് മിഷൻ എന്നാ പറഞ്ഞത്. അതായത് നമുക്ക് ആവശ്യമുള്ള മിഷന്. ഹലോ ഇറങ്ങിക്കോ. ലെറ്റ്സ് ഗോ. അയ്യോ ട്രെയിന്. അയ്യോ ഞാൻ ഇറങ്ങിയത് കണ്ടില്ലേ? എങ്ങിട്ടാണ് ഈ തൊള്ള പൊളിച്ചാല് പോണത്? ഞാൻ ബാക്കിൽ ഇറങ്ങിയത് കണ്ടില്ലേ? അല്ലാന്ന് പറയണോ കേൾക്കൂല. മുന്നേ കിട്ടോ റിവേഴ്സ്. ഓക്കെ ഇനി ഇറങ്ങാം. ഓക്കെ അവിടെ ഓരോരുത്തരും ഓരോ ആൾക്കാരുണ്ടെന്നാ തോന്നുന്നത്. ഇവിടെ ഏതാ മനസ്സം? ഇതേതാ വല്ലിപ്പാ? ഇത് മായവിത്ത് വിക്രമത്തെ മുത്തല്ലേ? ഹലോ ഏട്ടാ. എടാ ഇയാളെ വർത്താനം എനിക്ക് തീരെ പറ്റണില്ല കേട്ടോ. കൈമേ ടാം പൊട്ടിച്ചവൻ. എടാ വിക്രമ എന്താണ് എനിക്ക് പ്രശ്നം? എനിക്കൊരു ചെസ്റ്റ് തുറക്കണം. അതിന് എന്റെ അടുത്ത് ലോക്ക് പിക്കും ഉണ്ട്. പക്ഷെ ലോക്ക് പിക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. എടാ ഈ കീരിക്കാടന്റെ മോന്തിയും വെച്ചിട്ട് ലോക്ക് പിക്കും കൊണ്ട് പെട്ടി പൊളിക്കാൻ കഴിയൂല അറിയാൻ ഭയങ്കര മോശട്ടോ. ഓക്കെ അപ്പൊ ഇയാൾക്ക് നമുക്ക് പെട്ടി തുറന്നു കൊടുക്കണം. എങ്ങനെ തുറന്നു കൊടുക്കണം എന്ന് വെച്ചാല് കണ്ടില്ലേ മാപ്പിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ട് നമുക്ക് പെട്ടി തുറന്നു കൊടുക്കണടാ. അതിന്റെ മുന്നേ ചൂച്ചു ചാൽസ് നമ്മളെന്താ ചെയ്യാ എനിക്കറിയില്ല. എന്തായാലും നോക്കണ്ട. ഈ പെട്ടിയാണ് നമുക്ക് തുറന്നു കൊടുക്കേണ്ടത്. യോ ബ്രോ ഈ പെട്ടിയാണേ. ഓ ഇതെങ്ങനെ? അയ്യോ നമ്മൾ കറക്റ്റ് ഇട്ട് നെക്കി കൊടുക്കണല്ലേ? എന്നാ പൊടി ഒന്നേ. നമ്മളോട് കളി. ഒന്നേ. ഓ എടാ ഇത് അയ്യോ ചമ്മി. ഓ എടാ ഇത് റിസ്ക് ആണോ? ഒന്ന് തെറ്റിക്കഴിഞ്ഞാ ഫസ്റ്റിംഗ് എന്ത് ചെയ്യണം? അതിനെ മുന്നേ ചൂച്ചു ചാൽസ് വന്നാ ചൂച്ചു ചാൽസിന് നമ്മൾ കൂട്ടാനായി. മനസ്സിലായില്ലേ? ഓ ലെറ്റ്സ് ഗോ ഗൈസ്. എത്ര നേരം എന്നറിയോ? ഓ എടാ ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഉണ്ടേനു. അതേനു ആ വിക്രമന് വേണ്ടിയത്. അതിന് നമ്മള്
ഓ നമ്മൾ ഈ നാട്ടുകാരെ സഹായിച്ചിട്ട് സ്ക്രാപ്പ് വാങ്ങണം. ഈ സ്ക്രാപ്പ് വെച്ച് നമ്മൾ ട്രെയിൻ അപ്ഗ്രേഡ് ആക്കണം. ചിരിക്കല്ലേ വിക്രമം. ഓക്കെ, ഇവര് സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ സ്ക്രാപ്പും കിട്ടുന്നാ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ സ്ക്രാപ്പ് ഒക്കെ മനസ്സിലാ സ്ക്രാപ്പ് ഒന്നും ഇല്ല ഇവിടെ. അതേപോലെ നമുക്ക് ഇതിൽ കൂടെ ഒക്കെ സെർച്ച് ചെയ്താലും സ്ക്രാപ്പ് കിട്ടും. കണ്ടോ, 1 കിട്ടി, ഇതിന്റെ ഉള്ളിലുണ്ടോ കണ്ടോ, 2 കിട്ടി. ഓക്കെ, എല്ലാ സ്ക്രാപ്പും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മൾ ട്രെയിനിന്റെ എന്താ നമ്മൾ അപ്ഗ്രേഡ് ആക്കേണ്ടത്, നമ്മൾ ഇതിൽ ഏതാ ശരിക്കും കൂട്ടേണ്ടത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അറിയുമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ഡാമേജ് ഇൻക്രീസ് ആക്കാം. ഓ നമുക്ക് കുറെ ഉണ്ടാ. അത് ഹെൽത്ത് ഇൻക്രീസ് ആക്കുന്നു, സ്പീഡ് ലെവല്, ഡാമേജ്, അയ്യോ ഡിഫൻസ് ഇൻക്രീസ് ആക്കാൻ മറന്നുപോയിടാ. എന്തായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് പോകേണ്ടത്, ഇനി നമ്മളെ നെക്സ്റ്റ് മിഷൻ ഇവിടെ അടുത്ത് തന്നെ ഒരു വെല്ലിപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. അയാൾക്ക് നമ്മൾ സഹായിച്ചു കൊടുക്കാന് നമ്മൾ ഇവിടെ തന്നെ ബ്രേക്ക് കുടിച്ചണം, എന്നാലേ അവിടെ നിൽക്കുള്ളൂ. കണ്ടോ, ഇവിടെയാണ് വെല്ലിപ്പ. ഓക്കെ ചേച്ചി, ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി ചൂച്ചു ചാൻസ് ഇല്ല. സ്ട്രാപ്പ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഓ ഇത് ചേച്ചിയാണല്ലോ. ഓക്കെ, ഞാൻ തന്നെയാണത്. ഇവൾക്ക് മനസ്സിലായിട്ടോ. അബേ സാലെ ബാഗ് കഥ പറയടി. ഈ ഐലൻഡിൽ 3 മുട്ടുണ്ട്. ഏത് കോഴിമുട്ടേ? കോഴിമുട്ടല്ലടാ പൊട്ട, ചാൾസിന്റെ എഗ് ആണത്. ആ എഗ് 3 മൈൻസിലാണ് ഉള്ളത്. ആ 3 മൈനും കളക്ട് ചെയ്തിട്ട് നീ ഈ ഐലൻഡിലെ സെന്ററിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാല് ചാൾസ് നിന്നോട് ഡെത്ത് ഫൈറ്റ് ചെയ്യും. എന്താ ഡെത്ത് ഫൈറ്റ്? ഡെത്ത് ഫൈറ്റ് എന്ന് പറഞ്ഞാല് അതായിരിക്കും ചാൾസിന്റെ അവസാന ഫൈറ്റ്. ഓ ഗൈസ്, അപ്പൊ നമുക്ക് ഫസ്റ്റ് വേറൊരു മിഷനും കൂടി കിട്ടി. അയ്യോ വാതിലും തുറന്നേരോ, സ്ക്രാപ്പ് എടുക്കാനാ? ഇല്ല. ഓക്കെ, അതായത് ഈ 3 മുട്ട കളക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ചാൾസിനെ, അതായത് നമ്മൾ ഇവിടുത്തെ മെയിൻ ലക്ഷ്യം എന്താ, ചാൾസിനെ കൊല്ലല്ലേ, അതിന് പറ്റുള്ളൂ. അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മൾ ഇനി അങ്ങോട്ടാ പോണ്ടത്. ഓക്കെ, ഇങ്ങോട്ടാണ് പോണ്ടത് അല്ലേ. ഓക്കെ, മാർക്ക് ചെയ്യുന്നു. നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ എന്തായാലും ഒരു വട്ടം ചാൾസ് വരും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അയ്യോ സ്റ്റോപ്പ് 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 ഗൈസ്, അതുണ്ടല്ലേ ആ സാധനമൊക്കെ നമുക്ക് എടുക്കണം. ആ പെട്ടിന്റെ ഉള്ളിൽ കുറെ സ്ക്രാപ്പുകൾ ഉണ്ടാവും. ഈ സംഭവം ബ്രേക്ക് പിടിച്ച് നിർത്താനാണ് പണി. ഇതാ പോണ് മുന്നേക്ക്. കളിപ്പിക്കണേ. ഓക്കെ, എടുക്കുന്നു. 2 സ്ക്രാപ്പിനാണോ അങ്ങോട്ട് പോകുന്നത്? തേങ്ങ കേറുന്നു, പോകുന്നു. എന്നാലും ഇവർക്ക് എന്താ ഇത്ര പേടിയില്ലേ ചാൾസിനൊക്കെ? നമ്മള് വെല്ലിപ്പ കൂടി ഇല്ലേ ഇത്ര പേടി? തൊള്ളിട്ട് അലിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ. അടിച്ച അണ്ണാക്കിലോ കൊടുത്തു ചാൾസ്. ഓക്കെ അയ്യോ സ്റ്റോപ്പിയർ സ്റ്റോപ്പിയർ സ്റ്റോപ്പിയർ, ഇതാണ് സ്ഥലം. ആരോടും വന്നടാ മക്കള് പോണേ. ചൂച്ചു ചാൾസ് നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ ചൂച്ചു ചാൾസ് പോണക്കടി. ഡേ അളിയാ വാടാ, പേടിച്ചു പോയി എന്നെ കണ്ടേ. റിവേഴ്സ് വിളിക്കാം നിശ്ചയം ചെയ്യ വണ്ടിന്ന് ഇറങ്ങാൻ കേട്ടോ. എടാ ഇവിടെ അടുത്ത് എവിടേക്ക് ഉണ്ടാ? സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എടാ ഇവിടെ അടുത്ത് ട്രെയിൻ ഉണ്ട് കേട്ടോ. നമ്മളത് നോക്കിയിട്ട് വേണം പോകാനെന്ന് തോന്നണേ. ഓ ബ്രോ, ഫുൾ സീനാണ്. ഓക്കെ, ഇതാണ് ആ ചേച്ചി പറഞ്ഞ മൈന്, ഫസ്റ്റ് മൈന്. ഇവിടുന്ന് ഇപ്പൊ എന്തെങ്കിലും എടുക്കണം നമുക്ക്. പിക്കാക്സ് എന്തെങ്കിലും വേണ്ടല്ലോ? വേണ്ട. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ പോയേക്കാം. പിന്നെ അത് മാത്രല്ല, ഈ എഗ്ഗൊക്കെ കളക്ട് ചെയ്യണ ഈ മൈൻസിന്റെ അടിയില് ഈ വാർഡൻ പറഞ്ഞ ഒരാളുണ്ട് ഈ ഐലൻഡില്. ആ വാർഡന്റെ പടിയാളികളും കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അവർ കാണാതെ വേണം നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് എടുത്തേക്കാന്. ഓക്കെ, ഇവിടെ ഒരു പേപ്പർ ഉണ്ട്. ഓക്കെ, ഇതിൽ പറയണത് വാർഡനാണ്, വാർഡനല്ല, മറന്നുപോയി. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ സ്ട്രേഞ്ച് ഹാപ്പനിങ് ഒക്കെ പറയുന്നുണ്ട്. ഇതിലിപ്പോ ഈ കൂടി പോകേണ്ടത് ഇത് കൂടെയാണോ? അപ്പൊ ഇതിൽ കുറെ വയ്യാലൊക്കെ ഉണ്ടല്ലേ. ഇവിടെ നിന്നൊക്കെ നമുക്ക് കുറെ സ്ക്രാപ്പും കിട്ടുന്നുണ്ടാവും. ഓ ഇവിടെ ഒരു പെറ്റിണ്ട്. അല്ല ഇതും തുറക്കണോ ഇനി? തേങ്ങ ഏതാ ഞാന് ഇടില ഞാന്. അമ്മ തൊള്ള തുറന്നണ്ട, തൊള്ള തുറന്നാ പോയി. 1 2 3 6. എത്ര പെട്ടെന്നാ. ഓ നമുക്ക് പെയിന്റ് കിട്ടി. നമുക്ക് ഈ പെയിന്റ് ഒക്കെ വെച്ച് നമുക്ക് ട്രെയിനിന്റെ മറ്റേ ചന്തം മാറ്റാൻ പറ്റും. എന്താ പിന്നെ പറയാ, തൊള്ളി കിട്ടില്ലല്ലോ. കളറ്. നെക്സ്റ്റ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒന്നും ഇല്ലല്ലോ. ഇതാണോ മൈന് പറഞ്ഞത്? ഇതെന്ത് മൈനാ? എടാ ഇവിടെ വാർഡിന്റെ മറ്റേ ആൾക്കാരുണ്ട്. ഇവിടെ മൊത്തം കാലിയാണല്ലോ. ഹലോ ഏട്ടായി യോ ബ്രദർ, ഇവിടെ കൊറേ ഉണ്ടാ. ഇതൊക്കെ നോക്ക്. ഓക്കേ, ഇനി നമ്മൾ എങ്ങോട്ടാ പോണ്ടത്? എന്റെ മോനെ ലൈറ്റ് ഒക്കെ നോക്ക്, കിട്ടില്ല സാധനം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ നിന്ന് ഒന്നും എടുക്കാൻ. ഒരു മിനിറ്റ്. ഇവിടെ ആരോ വിസിലടിക്കുന്ന സൗണ്ട് കേൾക്കണ്ടല്ലോ. യെസ് ബ്രോ, വിസിലടിക്കുന്ന സൗണ്ട് കേൾക്കണ്ടേ. ഓ വേറെ ആൾക്കാരുണ്ട് ഇവിടെ. അയ്യോ ഞാൻ പേടിച്ചു പോയി. പള്ളപ്പന്നി. നമുക്ക് ഇവിടെ ഒളിച്ചിക്കാൻ പറ്റുമോ? അയ്യോ ഇവനിവിടെ ഉണ്ടോ? തേങ്ങ, ഞാൻ പേടിച്ചു പോയി സത്യം പറയാലോ. എടാ ഗണ്ണ് മാറിക്കേ. അയ്യോ എനിക്ക് പേടിയാണോടാ. ഗണ്ണൊന്നില്ല ഇവിടെ, ഇവനെ കൊല്ലാനും പറ്റില്ലേ. ഓ മുട്ടെടുക്കാൻ പറ്റൂ. ഇനി ഇക്കൂടി നമ്മൾ ഓടേണ്ടത്. ഓ ഇത് കൂടെ ഓടാൻ പറ്റൂലേ. ലെറ്റ്സ് ഗോ. പിന്നാലെ കൂടെ എക്സിറ്റ് മണ്ടാൻ പറ്റുമോ? ഓ എക്സിറ്റ് മണ്ട് പിന്നാലെ കൂടെ ഉണ്ടെന്നാ തോന്നുന്നത്. എന്റെ പൊന്നളിയാ, എന്റെ കയ്യും കാലൊക്കെ തരിക്കണല്ലേ കുളിർമ കയറണേ. ഇവിടെ ഇക്കൂടെ പോക പഠിച്ചോനെ. എന്ത് കൂടെ തന്നെ നേരെ പോ. പിന്നുണ്ടോ ഇവന്? ഓ ഇല്ല വരുന്നുണ്ട്.
ഇത് കൊള്ളല കളി. നമ്മളിപ്പോ അങ്ങോട്ടെത്തി. ഫൈനലി ഗൈസ്. ഇനി വരുമ്പോ ഇവൻ വരും തോന്നണേ. ഓടിക്കോ ഓടിക്കോ. ഓ എനിക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. അതേപോലെ നമുക്ക് ട്രെയിനിന്റെ കളർ ഇങ്ങനെയാണോ മാറ്റേണ്ടത്? ഓക്കെ അങ്ങനെ തന്നെ. ഇവിടെ അതിപ്പോ ആ ട്രെയിൻ വന്നത് പോലെ കണ്ടില്ലേ ഗൈസ്? ഇതുണ്ടോ അളിയ നൈസിൽ വെറുതെ നമ്മൾ തൊള്ളിക്കിട്ട് പോയി. ഓക്കേ എടാ ഇത് സീനാട്ടോ ഗെയിം. അത്ര വലിയ സിമ്പിൾ ഒന്നല്ല. ഞാൻ കരുതി ഇത് കുറച്ച് സിമ്പിൾ ആന്നൊക്കെയുള്ളത്. ഇനി നമ്മൾ ഇവിടെ നിർത്തണം. എടാ ഈ തേങ്ങ ഇതാക്കട് പോണ തേങ്ങ ഇങ്ങോട്ടല്ല പോണ്ടത്. എടാ എനിക്ക് ഇതിത്തെ ബ്രേക്ക് കൊടുത്ത മാത്രമേ ഇഷ്ടമല്ലാത്തുള്ളൂ കേട്ടോ. എടാ പൊടിക്കേണ്ട സ്ഥലത്ത് പൊടിക്കണം. ഇതാക്കണ് പോണേ. ഓക്കെ ഫൈനലി വണ്ടി നിന്നിട്ടുണ്ട്. എടാ ഇതില് കുറെ മിഷൻസ് ഉണ്ട്. നമ്മൾ കരുതുന്ന പോലെ ഇല്ല. അതാരാ? ഓ ഇത് നമ്മളെ കൊല്ലാൻ പറ്റുന്ന ആളല്ല. ഇത് വേറെ ഏതോ വെല്ലുപ്പേണ്. ഇത് വെപ്പൺ മിഷൻ ഉണ്ടോ? ഇതിൽ പലതരം മിഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതില് പലതരം മിഷൻസ് ഉണ്ട്. അതായത് വെപ്പൺ മിഷന് അങ്ങനെ കുറെ മിഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ഇത്. ഇവിടെ എന്തോ ഒന്ന് നമ്മൾ ചെയ്യണം. അതായത് ഈ തീ ഇതുണ്ടോ ഈ തീ നമ്മൾ കെടുത്തി കഴിഞ്ഞാല് നമുക്ക് ഗണ്ണ് തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എടാ ഇത് ഞാൻ അറിയാതെ വന്ന് നെക്കിയതാണ്. എന്തായാലും അത് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയിട്ട് ഗണ്ണ് ചോദിച്ചു നോക്കാം. പുതിയ ഗണ്ണ് കിട്ടുകയാണെങ്കിൽ പല്ലേക്കത്തൊരു ചെങ്ങായിന്റെ ആ ചൂച്ചു ചാസിന്റെ തൊള്ളിക്കിട്ട് വേടിയൊക്കെ നമുക്ക്. താങ്ക് യു. ഇത് മറ്റേ വിക്രമന്റെ വാപ്പേണെന്നാ തോന്നണേ. കണ്ടോ മുട്ടയൊക്കെ അടിച്ചിരിക്കണ നല്ല സൂപ്പർ മുട്ട. യോ ബ്രദർ കിട്ടി ഗണ്ണ് കിട്ടി. നമ്മളെ ഫാസ്റ്റ് വെപ്പൺ മിഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അളി 2 മിഷനോ? അത് നമ്മളോ? അതാ ഞാൻ ആലോചിക്കണത്. എവിടെ ട്രെയിന്? ഇതാണ് ട്രെയിന്. ഓ ഇപ്പൊ കുറച്ചൊരു ഒരു പച്ചക്കറി ലുക്കായില്ലേ? ഓക്കെ ഇനി നമുക്ക് നമ്മളെ ഗണ്ണ് വന്നിക്കണ നോക്കാം. യോ ബ്രദർ വന്നിക്കണേ. ആദ്യം നമുക്ക് സ്ക്രാപ്പിൽ കുറച്ച് അപ്ഗ്രേഡ് ആക്കാം. ഓക്കെ ആർമർ ഞാൻ അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട്. എന്റെ മോനെ ഇതെങ്ങനെ? ഇതെങ്ങനെ സംഭവം? യോ ബ്രോ ഇനി ചൂച്ചു ചാൽസ് മൂടടക്കം കത്തിച്ചൂടാ. ഇതുണ്ടോ? പക്ഷെ പ്രശ്നം എന്താണ്? ഇതുണ്ടോ ഇവിടെ പെട്ടെന്ന് ചൂടാകൂടാ. ഇതുണ്ടോ മുന്നിൽ ചൂടവിടെ? കുറച്ച് നേരെ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്തോ അപ്ഗ്രേഡ് ആക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയാണ് അപ്ഗ്രേഡ് ആക്കുക. ഇങ്ങനത്തെ അപ്ഗ്രേഡ് ആക്കല് ഇതിൽ വന്നിട്ട് ഡാമേജ് ലെവലോ എന്തോ അപ്ഗ്രേഡ് ആക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര മതി എന്ന് പ്രതീക്ഷിക്കണേ. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ കുറെ ദിവസമായിട്ടാണ് ഇങ്ങനത്തെ സ്റ്റോറി മോഡ്സ് ഒക്കെ കളിക്കണേ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ സെക്കൻഡ് എപ്പിസോഡ് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. പാർട്ട് 2 പറഞ്ഞിട്ട് എന്തായാലും ഞാൻ ഇടണതേക്കരോ. അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.